അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരത് അരിയുടെ രാഷ്ട്രീയം വ്യക്തമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പിന്നെ മാത്രമല്ല, കേരളത്തിൽ തൃശ്ശൂരാണ് ഒരു വിൽപ്പന ആദ്യം തുടങ്ങിയത്. തൃശ്ശൂർ ഇങ്ങ് എടുക്കുക. പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അനുവദിച്ച അരി സൗജന്യമാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. 89,540 ടൺ അരിയാണ് അനുവദിച്ചിരിക്കുന്നത്. കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ നൽകണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായ സാഹചര്യത്തിൽ അരിക്ക് തുക ഈടാക്കുന്നത് പ്രളയബാധിതരോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ തീരുമാനം മാറ്റാൻ കേന്ദ്രം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഭക്ഷ്യവകുപ്പ് കത്തയച്ചിരിക്കുന്നത്. പ്രളയ സഹായത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയതിന് പിന്നാലെ സംസ്ഥാനത്തിനെതിരെ വീണ്ടും കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. പ്രളയകാലത്ത് തന്ന അരിക്ക് പണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ 2018-19 കാലത്ത് അധികമായി അനുവദിച്ച അരിക്ക് 205.81 കോടി രൂപ നൽകണമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പണം ആവശ്യപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്തയച്ചു. കേരളം ഒഴികെയുള്ള 7 സംസ്ഥാനങ്ങൾക്ക് 5,908 കോടി രൂപ പ്രളയ അധിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ഇന്നലെ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. വെള്ളമില്ലാതെ വിണ്ടുകീറിയ മണ്ണ് കണ്ട് കർണാടകയ്ക്ക് സഹസ്ര കോടികൾ സ്നേഹപൂർവ്വം നൽകുമ്പോൾ കേരളത്തിനും ഓർമ്മയുണ്ട് ഒരു കെട്ടകാലം. കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിലയില്ലാ കയത്തിൽ ആണ്ടുപോകാതിരിക്കാൻ നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് പെടാപ്പാടുപെട്ട ഒരു മുടിഞ്ഞ കാലം. അന്ന് കേന്ദ്രം നൽകിയ അരിയുടെ പണം ഒഴിവാക്കി തരണേ, കെട്ടകാലമാണേ എന്ന് പ്രധാനമന്ത്രിയോട് കരഞ്ഞിട്ടും വായ്ക്കരി എന്ന് പോലും കൂട്ടാക്കാതെ പിടിച്ച പിടിയിൽ പിടുങ്ങിയെടുത്ത കേന്ദ്രമാണ്.